ഫ്രണ്ട്സ്, എല്ലാവർക്കും GK വേൾഡ് ആൻഡ് PSC യിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കേരള PSC 12ാം ക്ലാസ് നിലവാരമുള്ള പരീക്ഷകൾക്ക്, അതായത് പൊതു പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഡേറ്റ് 10ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 2021 10ാം തീയതി ശനിയാഴ്ചയാണ് +2 പ്രാഥമിക പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കോമൺ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിലവിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫയർമാൻ ട്രെയിനി, പോലീസ് കോൺസ്റ്റബിൾ, സിവിൽ എക്സൈസ് ഓഫീസർ, അതോടൊപ്പം വുമൺ പോലീസ് കോൺസ്റ്റബിൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു അതായത് +2 യോഗ്യതയുള്ള യൂണിഫോം പോസ്റ്റ് എക്സാം ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏപ്രിൽ 10, 2020 ഈ 12ാം ക്ലാസ് നിലവാരമുള്ള പ്രിലിമിനറി എക്സാം വരുന്നത്. അപ്പോൾ ഇൻക്ലൂഡിങ് ഫയർമാൻ, ഫയർ വുമൺ, എക്സൈസ്, ഇതൊക്കെ എന്താണ് ഈ എക്സാം കോമൺ ആയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള ഡേറ്റ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ +2വിൻ്റെ എന്തായാലും ഓൾറെഡി വന്നു. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് അതിന്റെ ടൈം ടേബിൾ PSC പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരുപാട് ആളുകൾ എന്നായിരിക്കും എക്സാം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റിലേക്ക് പ്രിലിമിനറി എക്സാം ഉണ്ടാവുമോ എന്നുള്ളത് പലരുടെയും സംശയമായിരുന്നു. ഇപ്പോൾ അതിനുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കൺഫർമേഷൻ നൽകാനുള്ള ടൈമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 9/2/2021 കൺഫർമേഷൻ കൊടുക്കണം. ഫയർമാനിന്റെയും പോലീസ് കോൺസ്റ്റബിളിന്റെയും സിവിൽ എക്സൈസ് ഓഫീസർ ഒക്കെ 9ാം തീയതിക്ക് മുൻപ് തന്നെ എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് അന്നാണ്. ഇതിന്റെ സിലബസ് എല്ലാം വിശദമായിട്ട് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 100 മാർക്കിലായിരിക്കും എക്സാം വരുന്നത്. ഇനി ഇതിന്റെ മീഡിയം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മലയാളം, തമിഴ്, കന്നഡ. അപ്പൊ മലയാളം ആയിരിക്കും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക മലയാളികള്. മോഡ് ഓഫ് എക്സാമിനേഷൻ OMR ആണ്. 1 hour and 15 minutes ആണ്. അപ്പോൾ വേറൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാറ്റഗറികൾ കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോന്നിനും സ്ഥിരീകരണം നൽകണം. അതായത് ഇപ്പോൾ ഫയർമാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൺഫേം ചെയ്യണം. പോലീസ് കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കൺഫർമേഷൻ കൊടുക്കണം. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൺഫർമേഷൻ അടുത്തതായിട്ട് കൊടുക്കണം. ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10ാം ക്ലാസ്സിന്റെ കൺഫർമേഷൻ കൊടുത്ത പോലെ തന്നെ 10ാം ക്ലാസ് പ്രാഥമിക പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്ത പോലെ തന്നെ പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പർ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നും ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതേണ്ടതെന്നും കൺഫർമേഷൻ നൽകുന്ന സമയത്ത് തന്നെ ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും അവർ തിരഞ്ഞെടുത്ത മാധ്യമത്തിലുള്ള ചോദ്യപേപ്പർ മാത്രമേ ലഭിക്കൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യില്ല. നിങ്ങളത് കൺഫർമേഷൻ കൊടുത്തിട്ട് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നിശ്ചിത സമയം വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുകയില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ഈ പറയുന്ന കൺഫർമേഷൻ തീയതി അവസാനിച്ച ശേഷം പരീക്ഷാ തീയതികളും അതോടൊപ്പം കറക്റ്റ് ആയിട്ടുള്ള സമയം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് നൽകാവുന്നതാണ്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നെയിം ഫോർ ദ പോസ്റ്റ് ഓഫ് +2 ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ. അപ്പോൾ നോക്കിക്കോളൂ, സിവിൽ എക്സൈസ് ഓഫീസർ, ഇത് നമ്മുടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് NCA മലപ്പുറം, സിവിൽ എക്സൈസ് ഓഫീസർ എറണാകുളം, ഫയർമാൻ ട്രെയിനി സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന എക്സാം ആണ്, ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ കൊല്ലം, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ കാസർഗോഡ്, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ മലപ്പുറം, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഇടുക്കി, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ഇടുക്കി. അഗെയിൻ കാറ്റഗറി വ്യത്യാസമുണ്ട് കേട്ടോ. ഫയർമാൻ ട്രെയിനി സ്റ്റേറ്റ് വൈഡ്, ദെൻ കൊല്ലം വുമൻ സിവിൽ ഓഫീസർ, കോട്ടയം, തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പുഴ, ദെൻ പോലീസ് കോൺസ്റ്റബിൾ APB തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, അതോടൊപ്പം എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം. ദെൻ ബൈ ട്രാൻസ്ഫർ ആണ്, മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വ്യത്യാസമുണ്ട്, അതുകൂടെ നോക്കണം. ദെൻ ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഓഫീസ് സൂപ്പറിൻറ്റൻഡും സ്റ്റേറ്റ് വൈഡ് ആണ്. SC for STക്കും പ്രിലിമിനറി ഉണ്ടാകും. പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്റ്റ് സ്റ്റേറ്റ് വൈഡ് പ്രിലിമിനറി ടെസ്റ്റ് +2 ഉണ്ടാകും. അതോടൊപ്പം സിവിൽ എക്സൈസ് ഓഫീസർ ഡയറക്റ്റ് പാലക്കാട്, മലപ്പുറം. അതോടൊപ്പം ടൈപ്പിസ്റ്റ് ക്ലർക്ക്
ഇത് സ്പെഷ്യൽ ഡി എ ഓർത്തോ മോഡറേറ്റ് കാൻഡിഡേറ്റ് ഉണ്ട്, അവർക്ക് ഉണ്ടാകും. ദെൻ വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയൻ, സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് കൂടി നോക്കാം. പിന്നെ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പത്തനംതിട്ട, സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡ്, ഫയർ വുമൺ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ദെൻ അതോടൊപ്പം തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ. അപ്പോൾ യൂണിഫോം പോസ്റ്റിനെല്ലാം തന്നെ എന്തുണ്ട്? അതുകൂടാതെ നോക്കുക, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് എസ് ടിക്കാർക്ക് വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് സ്റ്റേറ്റ് വൈഡ്, പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പത്തനംതിട്ട, അതോടൊപ്പം തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ്. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, അത് സ്പെഷ്യൽ റിസർവേഷൻ ആണ് എസ് ടിക്ക് സ്റ്റേറ്റ് വൈഡ്. ഇതിനെല്ലാം എന്തുണ്ട്? സ്പെഷ്യൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും യൂണിഫോം പോസ്റ്റിന് എക്സാം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയം മാറിക്കാണും. എത്രയും വേഗം തന്നെ കൺഫർമേഷൻ കൊടുക്കുക, ഊർജിതമായിട്ട് പഠനം ആരംഭിക്കുക. നമുക്ക് സൗജന്യ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ ഫോളോ ചെയ്യാം. അക്കാഡമിയിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് എക്സാം കലണ്ടർ കൂടി PSC ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഏപ്രിലിലാണ് നടക്കുന്നത്. അപ്പോൾ സ്വിംഗ് ടീച്ചറിന്റെ എക്സാം വന്നിട്ടുണ്ട്, 5-ാം തീയതിയാണ്. അതോടൊപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഉറുദു 5-ാം തീയതിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബിസിനസ് 6-ാം തീയതിയാണ് എക്സാം വരുന്നത്. നേഴ്സ് ഗ്രേഡ് 2 7-ാം തീയതിയാണ്. ദെൻ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ 7-ാം തീയതിയാണ്. ദെൻ അപ്ലൈഡ് ആർട്ട് 7-ാം തീയതിയാണ് എക്സാം വരുന്നത്. സ്റ്റാഫ് നേഴ്സ് 8-ാം തീയതിയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഹിസ്റ്ററി 9-ാം തീയതിയാണ്. അതോടൊപ്പം സയന്റിഫിക് ഓഫീസർ 13-ാം തീയതിയാണ് പരീക്ഷ നടത്താനായിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും വേഗം തന്നെ പഠനം ഊർജിതമാക്കുക. നിങ്ങൾക്കിപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷ നടക്കാൻ പോവുകയാണ്, പ്രാഥമിക പരീക്ഷ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഏപ്രിലിൽ നടക്കാൻ പോകുന്ന +2 നിലവാരമുള്ള പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഈ ചാനൽ വഴി ഇനി അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്